ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ. തിരുവനന്തപുരത്തും തൃശ്ശൂരും നിങ്ങൾക്കിപ്പോഴും കാണാൻ കഴിയും കെ കരുണാകരൻ സപ്തതി സ്മാരക മന്ദിരം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 70 വയസ്സായ സമയത്ത് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഈ 2 സ്ഥലത്തും സ്മാരകങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, സ്മാരകം വേണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കണം, മരിച്ചു പോയാൽ പിന്നെ ഒരു കോൺഗ്രസ്സുകാരനും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല എന്ന നല്ല ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ദശാബ്ദം പിന്നിട്ടില്ലേ അദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ട്. 4 തവണ കെ കരുണാകരൻ സ്മാരകം നിർമ്മിക്കാൻ പണം പിരിച്ചു. 4 തവണയായി 30 കോടിയിൽ പരം രൂപ പിരിച്ചു എന്നാണ് ഇടയ്ക്കെവിടെയോ വാർത്ത കണ്ടത്. അദ്ദേഹത്തിന്റെ സ്മാരകം നിർമ്മിക്കുന്നതിനൊരു ശിലയിടാൻ പോലും, ഒരു തറക്കല്ലിടാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. അധികം വൈകാതെ 5ാം തവണത്തെ ഫണ്ട് പിരിവ് ആരംഭിക്കും എന്നാണ് കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ബൂർഷ്വാ പാർട്ടികളുടെ ഒരു പൊതു സ്ഥിതി. ഇത് കോൺഗ്രസിന്റെ ജനമധ്യത്തിൽ ശരിയായി തുറന്നു കാണിക്കുന്ന ഒന്നായി, ഒരു അനുഭവമായി എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് വെച്ച് കൊടുക്കും എന്ന വാഗ്ദാനം ജനങ്ങളുടെ മുൻപാകെ പ്രചരിപ്പിച്ച് കേരളത്തിലെമ്പാട് നിന്നും വൻതോതിൽ പണപ്പിരിവ് നടത്തി. ആ പണം അപ്പടി ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വീടിന്റെ ശിലാസ്ഥാപനം പോലും നിർവഹിക്കാൻ സാധിക്കാതെ ഇപ്പൊ പറയുന്നു എവിടെയോ 3 ഏക്കർ സ്ഥലം, 1 ഏക്കർ സ്ഥലം എത്രയോ വാങ്ങി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവിടെയും മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒരു വീടും ഉയരാൻ പോകുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് ഞങ്ങളിങ്ങനെ സ്ഥലം വാങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ മാത്രം വാങ്ങിയിട്ടുള്ളൊരു അഭ്യാസമാണ്. ഇതൊക്കെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ TV തുറന്നാൽ ഒരു വാർത്ത കാണാൻ കഴിയും. ഒരു കുഞ്ഞികൃഷ്ണൻ CPIM-നെതിരായി ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പയ്യന്നൂർ. എന്താണ് ആരോപണം? ഒരു രക്തസാക്ഷി ഫണ്ട് വകമാറി, അത് വകമാറ്റി, അത് തട്ടിപ്പ് നടത്തി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്താണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരാനുള്ള കാരണം? അതിന്റെ പിന്നിൽ ചെറുതല്ലാത്ത ഗൂഢാലോചനയുണ്ട് എന്ന് ന്യായമായും ഉറപ്പിക്കാൻ സാധിക്കും. കാരണം ചരിത്രത്തിലുടനീളം ജനങ്ങളുടെ പണം അപഹരിച്ചതിന് നേതാക്കന്മാരുടെ സ്മാരകമായി, ദുരന്തബാധിതരെ സഹായിക്കാനുള്ള പദ്ധതികളായി എന്നു വേണ്ട എന്നെല്ലാം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം ശേഖരിച്ചിട്ടുണ്ടോ അതെല്ലാം അപഹരിച്ച പാരമ്പര്യം മാത്രമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഏതാനും മാസങ്ങൾക്കിടയിൽ 6 പേർ ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവനൊടുക്കി. ഏറ്റവും കൂടുതൽ ആത്മഹത്യയുണ്ടായത് വയനാട്ടിലാണ്. NM വിജയനും മകനും ആത്മഹത്യ ചെയ്ത വാർത്തകൾ മറക്കാറായിട്ടില്ല. ഏറ്റവും കൂടുതൽ വയനാട്ടിൽ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഇടത്തുണ്ട്. കോൺഗ്രസിലെ ധനാപഹരണം, പണം തട്ടിപ്പ്, അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിരുന്നവർ തന്നെ പല സാഹചര്യങ്ങളിൽ ജീവനൊടുക്കിയ 1/2 ഡസൻ അനുഭവങ്ങൾ ഏതാനും മാസങ്ങൾക്കിടയിലുണ്ടായി. മറ്റ് നേതാക്കന്മാരുടെ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേറെ. KPCC-യുടെ 1000 വീട് അത് മറ്റൊരിടത്ത്. അത് ഈ മുണ്ടക്കൈ വീടിന് മുമ്പുള്ളതാണ്. 1000 വീട്, 1000 വീട് പിന്നെ 500 വീടായി ചുരുക്കി. പക്ഷെ അവസാനം അത് 0 വീടായി പരിണമിച്ചു. ഇതിൽ കോൺഗ്രസിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസ് തെളിച്ച പാതയിലൂടെ ഈ കാര്യത്തിൽ മുൻപോട്ട് പോയ പാർട്ടിയാണ്. എത്ര ധനാപഹരണങ്ങളുടെ വാർത്തയാണ് പുറത്തു വന്നത്. ഒടുവിൽ കത്വ ഫണ്ട് ഉൾപ്പെടെ നരാധമന്മാരാൽ, വർഗീയ ഫാസിസ്റ്റുകളാൽ പിച്ചി ചിന്തപ്പെട്ട ഒരു പിഞ്ചു പെൺകുട്ടിക്ക് നീതി കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ച പണം ഉൾപ്പെടെ മോഷ്ടിക്കപ്പെട്ടു എന്ന വാർത്തയാണ് ലീഗിൽ നിന്ന് പുറത്തു വന്നത്. ബഹുമാന്യനായ ശ്രീ KT ജലീൽ ലീഗ് വിട്ട് പുറത്തു വരാനുള്ള കാരണമായതും ഒരു ഫണ്ട് പിരിവിലെ തട്ടിപ്പ് ചോദ്യം ചെയ്തതായി ആ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്.
യൂത്ത് ലീഗ് ഒരു ധോത്തി ചലഞ്ച് നടത്തി. 9 കോടിയോളം രൂപയാണ് അതിൽ തട്ടിപ്പ് നടത്തിയത്. ആ ആരോപണം ഉയർന്നു വന്നപ്പോൾ വേണമെങ്കിൽ ആ ധോത്തി വാങ്ങിയ ബില്ല് പരസ്യപ്പെടുത്തിയാൽ മാത്രം മതി തങ്ങൾ നിരപരാധികളാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ. പക്ഷെ അതിനിപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോ ജനങ്ങളുടെ പണം അപഹരിക്കുന്ന കാര്യത്തിൽ ലീഗും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, സമീപകാലത്തുൾപ്പെടെ. അത്തരം വൻകിട ധനാപഹരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ പറഞ്ഞ കോൺഗ്രസിലെ 6 ആത്മഹത്യകൾ മാസങ്ങൾക്കിടയിലുണ്ടായി. ഇങ്ങനെ പ്രതിക്കൂട്ടിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം കോൺഗ്രസിനും ലീഗിനും ഈ കേരളത്തിൽ ഉണ്ടാവുകയും തെളിവുകൾ ജനങ്ങളുടെ മുൻപാകെ ബോധ്യമാവുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ CPIM-നെതിരായ ആരോപണങ്ങളുമായി ഒരു കുഞ്ഞികൃഷ്ണൻ കടന്നു വരുന്നത്. ഇങ്ങനെയുള്ള ഒറ്റുകാർ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മുൻപ് മാസങ്ങളോളം കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായി നിലനിന്ന ഒരു കാര്യം ഒരു കുഞ്ഞനന്തൻ നായരായിരുന്നു. ഇപ്പൊ ആളുകളൊക്കെ മറന്നുള്ളൂ. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരു ബെർലിൻ കുഞ്ഞനന്തൻ നായർ. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടിയുടെ ഭാഗമായി നിന്ന ഒരാളായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ പാവയായി അദ്ദേഹം മാറി. അദ്ദേഹം വിലക്കെടുക്കപ്പെട്ടു. അദ്ദേഹം നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം 2 പുസ്തകം പ്രസിദ്ധീകരിച്ചു. 2 പുസ്തകത്തിന്റെയും ഉള്ളടക്കം CPIM-നെതിരായ ആരോപണമെന്നല്ല, CPIM-നെതിരായ പുലഭ്യ പ്രചരണമായി. 2 പുസ്തകത്തിന്റെയും ഉള്ളടക്കം CPIM-ന്റെ സമുന്നതരായ നേതാക്കന്മാരെ, പാർട്ടിയെ അങ്ങേയറ്റം താറടിച്ച് ജനമധ്യത്തിൽ അവതരിപ്പിക്കാൻ, അവമതിപ്പുണ്ടാക്കാനുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത്. പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി അദ്ദേഹം മാറി. വലിയ പ്രാധാന്യം പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. മാധ്യമങ്ങളിലെ ഒരു താരമായിരുന്നു അദ്ദേഹം. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞനന്തൻ നായരെ എല്ലാവരും മറന്നു. അവസാനം എന്താണ് സംഭവിച്ചത്? അവസാനം കാലം കടന്നു പോകവേ കുഞ്ഞനന്തൻ നായരുടെ ഒരു കത്ത് പാർട്ടിയുടെ മുൻപാകെ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ കത്തിൽ കുഞ്ഞനന്തൻ നായർ സമസ്താപരാധങ്ങളും ഏറ്റ് പാർട്ടിയോട് മാപ്പ് പറയുകയായിരുന്നു. കുഞ്ഞനന്തൻ നായർ പാർട്ടിയോട് പറഞ്ഞു, പാർട്ടി ശത്രുക്കളുടെ സ്വാധീനത്തിൽ ഞാൻ പെട്ടുപോയി. അവരെന്നെ ഉപയോഗിക്കുകയായിരുന്നു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പാർട്ടിക്കെതിരായി പ്രചരിപ്പിക്കുന്നതിന് ഞാൻ നിമിത്തമായി മാറി എന്നോർക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവാത്ത ദുഃഖമുണ്ട്. ഞാൻ എല്ലാ തെറ്റും പാർട്ടിയോട് ഏറ്റുപറയുന്നു. എനിക്കിനി ഒരു ആഗ്രഹമേ ഉള്ളൂ, മരിക്കുന്ന സമയത്ത് ഒരു രക്തപതാക പുതയ്ക്കണം. അതുകൊണ്ട് എനിക്ക് പാർട്ടി അംഗത്വം തിരികെ നൽകണം. വീണ്ടും പാർട്ടി അംഗത്വം എനിക്ക് നൽകാൻ ദയവുണ്ടാകണം എന്നാണ് അദ്ദേഹം പാർട്ടിയോട് യാചിച്ചത്. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയും മറ്റും കണക്കിലെടുത്ത് അദ്ദേഹം പാർട്ടിയോട് ചെയ്ത തെറ്റ് പൊറുക്കാനാവാത്തതാണെങ്കിലും, ഏതോ ഒരു മാനസികാവസ്ഥയിൽ വർഗശത്രുക്കൾക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞ ആളാണെങ്കിലും ജീവിത സായാഹ്നത്തിൽ ആ തെറ്റ് തിരിച്ചറിയുകയും ഒരു സങ്കോചവുമില്ലാതെ അത് പാർട്ടിയുടെ മുൻപാകെ ഏറ്റുപറയുകയും പരസ്യമായി രേഖാമൂലം മാപ്പപേക്ഷിക്കുകയും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും പുസ്തകത്തിലെ ആരോപണങ്ങളും എല്ലാം നിരുപാധികം പിൻവലിക്കുകയും ചെയ്ത ആ യാചനയുടെ മുന്നിൽ അദ്ദേഹത്തിന് പാർട്ടി കാൻഡിഡേറ്റ് അംഗത്വം കൊടുക്കാൻ അന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. പാർട്ടി അംഗത്വത്തിലേക്ക് വന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ തെറ്റ് മുഴുവൻ ഏറ്റു പറഞ്ഞു. ഇനി ജീവിതത്തിൽ എനിക്കൊരു ആഗ്രഹമേ അവശേഷിക്കുന്നുള്ളൂ. യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഞാൻ വേട്ടയാടിയ, ഞാൻ പുലഭ്യം പറഞ്ഞ, അസത്യം പ്രചരിപ്പിച്ച പിണറായി വിജയനെ നേരിട്ട് കണ്ട് എനിക്കൊന്ന് മാപ്പ് പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് വലിയ വാർത്താ മൂല്യമില്ലാത്തതായിട്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും ആഘോഷിച്ചില്ല. ചിലർ ഒന്ന് റിപ്പോർട്ട് ചെയ്തങ്ങ് അവസാനിപ്പിച്ചു എന്ന് മാത്രം. ഇതാണ് ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ കഥ. ആ കാലത്തിന് ശേഷം ഇപ്പൊ ഒരു കുഞ്ഞികൃഷ്ണൻ വന്നിരിക്കുന്നു. വ്യക്തിപരമായ അകൽച്ച ഒരു പകയായി മനസ്സിൽ സൂക്ഷിച്ച് ആ പക വീട്ടാൻ പാർട്ടിക്കെതിരായി പാർട്ടിയുടെ കടുത്ത ശത്രുക്കൾ പോലും പറയാൻ അറയ്ക്കുന്ന, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത
പാർട്ടിയെ ജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കാനും പൊതുജനങ്ങളുടെ പണം അപഹരിച്ചതിന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കോൺഗ്രസിനെയും ലീഗിനെയും എല്ലാം ഒന്ന് വെള്ളപൂശിയെടുക്കാനും എല്ലാ പാർട്ടിക്കാരും കണക്കാണ് എന്ന് പറയുന്ന ചില അരാഷ്ട്രീയവാദികളുടെ വാദങ്ങളെ സാധൂകരിക്കാനും CPIM-നെതിരെ ഒരടിസ്ഥാനത്തിന്റെ കണിക പോലും ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിപ്പോ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു വസ്തുതയുമില്ലാത്തൊരു കാര്യം CPIM-നെതിരാണെങ്കിൽ എത്രമാത്രം കേരളത്തിൽ മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടതാവും എന്നതിന്റെ തെളിവാണ് നമ്മളിപ്പോ കാണുന്ന മാധ്യമങ്ങളുടെ ആഘോഷം. പക്ഷേ അതിൻ്റെ ഒന്നും മുന്നിൽ ഈ മഹാപ്രസ്ഥാനം തളർന്നു പോകുമെന്നോ ചാഞ്ചാടി പോകുമെന്നോ പാർട്ടി ശത്രുക്കൾ പോലും കരുതുന്നുണ്ടാവില്ല. 1000 കുഞ്ഞകൃഷ്ണന്മാർ ശത്രുക്കളുടെ ഒറ്റുകാരായി മാറിയാലും അവർക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞാലും ശരിയായ നിലപാടുകളുമായി ഉയർന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുമായി ഈ പാർട്ടി സാധാരണക്കാരായ മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവിശ്രമം പോരാട്ടം തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നത്തെ ഒരു കാര്യമായതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഈ യോഗത്തിൽ സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ.